അതുണ്ടാക്കിയ സാമ്പത്തിക സുസ്ഥിരതയും പ്രവാസികളുടെ പുനരധിവാസവും തുടങ്ങി വിവിധ മേഖലകളിൽ ഗവേഷണം നടത്തുകയും തങ്ങൾ കണ്ടെത്തുന്ന വസ്തുതകൾ സർക്കാരുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രവാസികൾക്ക് അനുകൂലമായ നിയമനിർമ്മാണങ്ങൾ നടത്താൻ നമ്മുടെ ഗവേഷകർക്ക് ആവുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് അഥവാ CDSലെ അക്കാദമിക് രംഗത്തു നിന്നും ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് പ്രൊഫസർ വിനോജ് എബ്രഹാമിനെ. സ്വാഗതം സർ. സ്വാഗതം. ഇതൊരു 25 കൊല്ലമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ടാവില്ല. അതായത് പ്രവാസികൾക്ക് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ട, മാത്രമല്ല കാണാതായ ആളുകളെ കണ്ടെത്തുക എന്നുള്ള മുഖ്യ അജണ്ട വെച്ചിട്ടുള്ള, അത് മാത്രമല്ല ഞങ്ങൾ പലവിധ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നവരാണ്. ഞങ്ങളും സ്റ്റുഡൻസാണ് യഥാർത്ഥത്തിൽ പ്രവാസത്തെക്കുറിച്ചിട്ട്. അങ്ങ് ഇപ്പോൾ നിരവധി ഗവേഷണങ്ങളിലൂടെ പലതും കണ്ടെത്തി. ഇപ്പോൾ CDS 50 വർഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ പല കണക്കുകളോടൊന്നും എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ്. അതൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തയ്യാറില്ല. അത്രേ പറ്റുള്ളൂ. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന കണക്കിൻ്റെ സാമ്പിൾസ് ആ ലെവലിൽ കിട്ടുന്നതാണ്. അല്ലാണ്ട് ഒരു ആക്യുറേസി എന്ന് പറയുന്ന ഒരു കണക്ക് ലോകത്തിൽ ഒരു സ്ഥലത്തും ഇല്ല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. എക്സ്പാട്രിയറ്റ്സിൻ്റെ ഒരു കണക്കും ലോകത്തിൽ ഒരാൾക്കും സൂക്ഷിക്കാൻ പറ്റാത്ത നിലയിലുള്ള അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഇതായിരിക്കില്ല, സ്റ്റാറ്റസ് ആയിരിക്കില്ല നാളത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആക്യുറസി എന്ന് പറയുന്നത് ഇതിലില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങ് ഈ ഇതിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഈ ഗവേഷണത്തിലേക്കൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഒട്ടേറെ ഇതുകൾ കേരളം മാറ്റിയിട്ടുണ്ട്. കേരളം 70കളിലുള്ള കേരളമൊന്നുമല്ല ഇന്ന് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കേരളം. അത് അവർ തന്നെ മാറ്റിയത്, പ്രവാസികൾ തന്നെ മാറ്റിയത്. അതിൽ CDSന് എന്തെല്ലാം വഹിക്കാൻ കഴിഞ്ഞു? അങ്ങ് ഇന്ന് കാണുന്ന റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനരധിവാസം, പ്രവാസം, ഇതിൻ്റെ ഒക്കെ പുതിയ മുഖം എന്താണ്? താങ്ക് യു. ഒന്നാമതായിട്ട് കണക്കുകളെ പറ്റി അങ്ങ് സൂചിപ്പിച്ചത് വളരെ സത്യമാണ്. കൃത്യമായിട്ട് മൈഗ്രേഷനെ പറ്റിയുള്ള കണക്ക് ഒരു സ്ഥലത്തും ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് വരുന്നത് ഈ ആൾക്കാരുടെ മൂവ്മെൻറ്റ് തന്നെയാണ്. എന്നാൽ ഈ മൈഗ്രേഷൻ പഠനങ്ങളിൽ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകൾ, ഈ നമ്മൾ മൈഗ്രേറ്ററി ബേർഡ്സ് ഉണ്ട്, ഈ ബേർഡ്സിൻ്റെ കണക്കെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില ടെക്നിക്സ് ഉണ്ട്. അത് ബയോളജിയിൽ നിന്ന് വരുന്നതാണ്. ആ ഫീൽഡിൽ നിന്ന് എടുത്തിട്ടുള്ള ചില ടെക്നിക്സ് ഉപയോഗിച്ച് എത്ര ബേർഡ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയുണ്ട്. അത് കൃത്യമല്ല, വളരെ കൃത്യമായിട്ട് നമ്പർ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഡയറക്ഷൻ, അതെങ്ങോട്ട് പോകുന്നു, എവിടേക്ക് പോകുന്നു, എത്ര നാൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നു എന്നതിനെ പറ്റിയൊക്കെ ഒരുമാതിരിപ്പെട്ട ഒരു നല്ല കണക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ആ രീതിയിൽ ബേർഡ്സ് ബിഹേവ് ചെയ്യുന്നതും കാണുന്നുണ്ട്. അതേപോലെയുള്ള ചില ടെക്നിക്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് മൈഗ്രേഷൻ്റെ പഠനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടൊരു നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നമ്പറിന് വേണ്ടി പറയുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ ഡയറക്ഷനൊക്കെ ഏതാണ്ടൊക്കെ ആശയവും അത് കുറേയൊക്കെ സത്യവുമാണെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതാണ് കണക്കിനെ പറ്റിയുള്ളത്. പിന്നെ പുനരധിവാസത്തെ പറ്റിയുള്ള പഠനങ്ങളിൽ CDSൽ ആദ്യമായിട്ട് PRG നായരാണ് തുടങ്ങുന്നത്. 99 തന്നെയാണ് ആദ്യത്തെ പഠനം വരുന്നത്. അന്ന് ഇവിടുന്ന് കാര്യമായിട്ട് മൈഗ്രേഷൻ നടക്കുന്ന സമയത്ത്, ആ സമയത്ത് റിട്ടേൺ മൈഗ്രേഷനെ പറ്റിയുള്ള ആദ്യത്തെ പഠനം കേരളത്തിൽ നടക്കുന്ന PRG നായർ CDSൽ വെച്ച് ചെയ്ത പഠനമാണ്. അന്ന് മുതൽ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. കേരള മൈഗ്രേഷൻ സർവേ എന്ന് പറഞ്ഞ് രാജൻ സാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവേസ് ഉണ്ട്. അതിനകത്തെല്ലാം തന്നെ ഒരു കോമ്പണൻറ്റ്, സർവേ ചെയ്യുന്നതിനകത്ത് ഒരു കോമ്പണൻറ്റ് റിട്ടേൺ മൈഗ്രേൻസിന്, അതായത് പുനരധിവാസം അനുഭവിക്കേണ്ടതായിട്ടുള്ള മൈഗ്രൻസിനെ പറ്റിയുള്ള പഠനങ്ങളാണ് നടക്കുന്നത്. അതിനകത്തുനിന്നുള്ളതെല്ലാം ക്രോഡീകരിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1, 2, 3 വിഷയങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പോൾ ചില സ്കീംസ് കേരള ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ CDSൻ്റെ പഠനങ്ങൾ സഹായിച്ചിട്ടുണ്ടാകാമെന്നാണ് വിശ്വസിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, തിരികെ വരുന്ന പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരികെ വരുന്നവർ പൊതുവേ തൊഴിലാളികളായിട്ടാണ് ആയിരുന്നു അവരുടെ ഡെസ്റ്റിനേഷനിലെങ്കിലും തിരികെ വരുമ്പോൾ അവർ തൊഴിലാളികളായിട്ട് തുടരാൻ താല്പര്യം കാണിക്കാത്തവരാണ്. എന്നാൽ സെൽഫ് എംപ്ലോയിഡായിട്ട് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ളവരായിട്ട് തന്നെയാണ് കാണുന്നത് ഏറെ മുഖ്യമുള്ളവരും. അതൊരു കണക്കും പ്രകാരം ഏതാണ്ട് 50% ആൾക്കാരും അങ്ങനെ തന്നെയാണ്, സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവർ ഏതെങ്കിലും റെഗുലർ
തൊഴിൽ ലഭിക്കുകയാണെങ്കിൽ അതിലേക്ക് മാറുകയോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാതിരിക്കുകയോ റെൻ്റൽ ഇൻകത്തിലൂടെ ജീവിക്കാനോ താല്പര്യം കാണിക്കുന്നവരാണ് കൂടുതലായിട്ടുള്ള തിരികെ ഈ പ്രവാസികളായിട്ട് തിരികെ വരുന്നവർ. ഈ സ്വയം തൊഴിൽ എന്നാൽ ഈ സ്വയം തൊഴിലിന് വേണ്ടി വരുന്നവർക്ക് ഏറെമുട്ട് മിക്കവാറും ആൾക്കാർക്കും പറ്റുന്ന ചില അബദ്ധങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. പണം കയ്യിലുണ്ട്, തൊഴിൽ അറിയാം, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു സംരംഭകനാകാം എന്നുള്ള ഒരു ധാരണയോടെയാണ് കേരളത്തിൽ വരിക. പക്ഷേ നമ്മുടെ ലോക്കലായിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസുമായിട്ട് ചേർന്ന് ജീവിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ലോക്കലായിട്ടുള്ള ഓൺട്രപ്രനോറിയലായിട്ടുള്ള ചില സ്കിൽസ് ഉണ്ട്. ആ സ്കിൽസ് ചിലപ്പോൾ ഇവർക്ക് കാണില്ല. ഒന്നാമതത് ചിലപ്പോൾ ഈ സ്കില്ലിനോടൊപ്പം വേണ്ടതായിട്ടുള്ള മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു ധാരണ, ലോക്കൽ മാർക്കറ്റ് എന്താണെന്നുള്ള ഒരു ധാരണ, ഇങ്ങനെയുള്ള ചില ധാരണാ പെശകുകൾ, ചില സമയത്ത് ചില അറിവുകേടുകൾ അല്ലെങ്കിൽ അറിവില്ലായ്മകൾ കേരളത്തെ പറ്റിയുള്ള, ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുമ്പോൾ കേരളത്തെ പറ്റിയുള്ള അറിവ് വെച്ചുകൊണ്ടായിരിക്കാം തിരികെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അത് പലപ്പോഴും ഈ സംരംഭങ്ങളുടെ ഫെയിലിയറിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് സംരംഭങ്ങൾ ഏറെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒത്തിരിയും സംരംഭങ്ങൾ ഫെയിലായിട്ടുമുണ്ട്. എന്നാൽ കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ വകയായിട്ട് ഇപ്പോൾ നടക്കുന്ന 1-2 സ്കീമുകൾ, വളരെ ശ്രദ്ധേയമായ സ്കീമുകൾ. ഒന്ന് NDPREM എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ക്യാപിറ്റൽ സബ്സിഡി കൊടുക്കുകയും ഇൻട്രസ്റ്റ് സബ്സിഡിയും കൊടുത്തുകൊണ്ട് സ്കീമുകൾ സ്വയം തൊഴിൽ ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ ഏറെ പേർ കുറേ ആൾക്കാർ പണമെടുത്ത് അതൊരു സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ളതായിട്ട് ഉണ്ട്. എന്നാൽ ഇതിന് കൃത്യമായിട്ട് എത്ര പേർ ഈ സ്കീമിലൂടെ തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ കണക്കില്ല. ഇപ്പോൾ ഈ വർഷം CDSൽ ഒരു പഠനം ആരംഭിച്ചിട്ടുണ്ട് ഈ NDPREMൻ്റെ ഇവാലുവേഷനെ പറ്റി. ബാങ്കുകൾ ഈ ലോൺ, ഞാൻ വെൽഫെയർ ബോർഡ് ചെയർമാനായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരു എന്താ വെച്ചാൽ ബാങ്കുകൾ ലോൺ കൊടുക്കാൻ വിസമ്മതിക്കുന്നു NDPREMന്. ആയിരുന്നു ഒരു വിഷയം. കാരണം ബാങ്ക് കൊടുത്താലാണ് ഇവർ ഈ സബ്സിഡി ഇതൊക്കെ ആയിട്ടുള്ള ഇത് കൊടുക്കുക. 15% അല്ലേ, സംതിങ് ലൈക്ക് 15% കൊടുക്കുക. ഇവർ പറയുന്നത്, ബാങ്കുകാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ എൻട്രപ്രൂണർ വരുന്നത് വണ്ടി മേടിക്കാനത്ര, കാറ് വാങ്ങിക്കുക, എന്നിട്ട് അത് ഇവരോടിക്കുകയല്ല ചെയ്യുന്നത്, ഒരു ഡ്രൈവറെ വെച്ച് ഓടിക്കുക. പല സംരംഭങ്ങളിലും ഇവനല്ല ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് എന്നാണ് ബാങ്കുകാർ പറയുന്നത്. ബാങ്കുകാരെ പറ്റിയിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾ ചെന്നാൽ ഒന്നും തരുന്നില്ല എന്നുള്ളത് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ് അതൊരു വലിയ തോതിൽ ഒരു മാറ്റം വരുത്തിയതാണ്. റിഹാബിലിറ്റേഷനുമായിട്ട് വലിയ പ്രവാസികളുടെ ഇടയിൽ വലിയൊരു മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പൂർണ്ണമാണെന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ വലിയൊരു മാറ്റം ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് പ്രവാസവുമായി ബന്ധപ്പെട്ട് നടന്നത് കേരളത്തിലാണ്. പ്രത്യേകിച്ച് 2016 ശേഷം വലിയ തോതിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആ പഠനങ്ങൾ മെറ്റീരിയലൈസ് ചെയ്താൽ പോകുന്നേ ഉള്ളൂ. പുതിയ സ്റ്റാർട്ടപ്പുകൾ, പുതിയ രീതികളൊക്കെ ഇപ്പോൾ തന്നെ വ്യവസായ മന്ത്രിയൊക്കെ പറയട്ടെ, അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ ഇതിൽ ചെയ്യാൻ വരുന്ന ഈ റിഹാബിലിറ്റേഷന് വരുന്ന ആളുകൾക്ക് എവിടെയൊക്കെയോ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കില്ലിൻ്റെ ഒരു ഓൺട്രപ്രനോറിയൽ സ്കിൽസാണ് ഏറ്റവും പ്രധാനമായിട്ട് മിസ്സിംഗ് ആയിട്ടുള്ളത്. അവർക്ക് ഒരു ടെക്നിക്കലായിട്ടൊരു സ്കില്ല് അവർ ഓൾറെഡി ഉണ്ട്. ആൻഡ് ആ ഒരു സ്കില്ല് വളരെ പ്രധാനമാണ്. അവർ ഗൾഫിലും മറ്റും വരുമ്പോൾ അവർ നമ്മുടെ നാട്ടിലുള്ള സ്കില്ലിനേക്കാളും വളരെ ഉയർന്ന രീതിയിലുള്ള ചില സ്കിൽ കോമ്പണൻ്റ് അവർ ടെക്നിക്കൽ ആ സ്കില്ല് ഇവിടെ വന്ന് ഉപയോഗിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കാറില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ എൻ്റർപ്രനോറിയൽ മാത്രമല്ല ഇൻഡസ്ട്രിയൽ സിറ്റുവേഷനും അത്രയധികം അങ്ങോട്ട് ഉയർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്കില്ലുകൾ നമുക്കിവിടെ ഉപയോഗിക്കാനുള്ള ഒരു അവസരമില്ല ആക്ച്വലി. എന്നാൽ ഇവർ വരുന്ന എൻ്റർപ്രനോറിയൽ സ്കിൽസുമായിട്ട് വരുന്ന സമയത്ത് അവരുടെ ഈ ടെക്നിക്കൽ സ്കിൽസിനെ ഓൺട്രപ്രനോറിയൽ സ്കിൽസ് ആക്കാനായിട്ടുള്ള ശ്രമം വേണം. അതിനകത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് പോലെയുള്ള സ്കിൽ ഇംപ്രൂവിങ് കേരള സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, ഇതുപോലെയുള്ള കൂടുതലും മൈഗ്രൻസിന് വേണ്ടി, അതായത് ഇവിടുന്ന് പുറത്തേക്ക് പോകാനായിട്ട് വേണ്ടിയുള്ള ആൾക്കാരെ തയ്യാറെടുപ്പിക്കുകയാണ്. എന്നാൽ തിരികെ വരുന്ന ആൾക്കാരെ ഇതുപോലെ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള സംരംഭങ്ങളൊന്നും തന്നെയില്ല. അത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടിയൊരു സംവിധാനമാണ്. അതായത് ഓൺട്രപ്രനോറിയൽ സ്കിൽസ് അപ്പാർട്ട് ഫ്രം അവർക്ക് കൊടുക്കേണ്ട പണത്തിന് ഉപരിയായിട്ട് അവർക്ക് ഈ ക്യാപിറ്റൽ സബ്സിഡിയോ ഇൻട്രസ്റ്റ് സബ്സിഡിയോ കൊടുക്കുന്നതിന് പകരമായിട്ട് ഓൺട്രപ്രനോറിയൽ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇവിടെ ഒരു സംരംഭകനാകാം, അതൊന്ന് ഇത് ചെയ്യേണ്ടതാണ്. അപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നതിനകത്ത് ഒരു മുഖമെന്ന് പറഞ്ഞാൽ തനിയായിട്ട് ഒരാൾക്ക് ഓൺട്രപ്രനോർ ആകാൻ ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ കോപ്പറേറ്റീവ് മേഖലയിൽ ഇതിന് സാധ്യതകളുള്ള ഒരു രീതിയായിട്ടാണ് കണ്ടത്. കോപ്പറേറ്റീവ് മേഖലയിൽ സാധ്യതയുള്ളതായിട്ട്. എന്നാൽ കേരളത്തിൽ ഒത്തിരി
പ്രവാസികൾ നടത്തുന്ന കോഓപ്പറേറ്റീവ്സ് ഉണ്ട്, പ്രവാസികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒത്തിരിയും കോഓപ്പറേറ്റീവ്സ് ഉണ്ട്. പക്ഷേ ഈ കോഓപ്പറേറ്റീവ്സിന് ഏറെയും അവരുടെ മുഖം മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് ഈ ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെ ഡെപ്പോസിറ്റ് ക്രെഡിറ്റ്, അത് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ്സ് ആയിട്ട് ചുരുങ്ങി നിൽക്കുകയാണ്. പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിൽ അവർ കടക്കാറില്ല. ബേസിക്കലി അവർക്ക് ഇപ്പോൾ ഞാൻ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു അപ്പല്ലയിൽ, കേരള പ്രവാസി സംഘം എന്ന് പറഞ്ഞു. അവർ ഒരു 100ഓളം, ഞാനൊക്കെ ഉള്ള കാലത്ത് ഒരു 100ഓളം സൊസൈറ്റികൾ ഉണ്ടായിരുന്നു. ക്രെഡിറ്റ് സൊസൈറ്റികളാണ് അധികം വർക്ക് ചെയ്തത്. ഈ ഇതല്ല, പ്രൊഡക്റ്റീവ് സെക്ടറിലല്ല. ഈ പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് പുനരുദ്ധരിപ്പിക്കുമ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ സംഘടനകളൊക്കെ ചെയ്യേണ്ടത് അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രൊഡക്റ്റീവ് സെക്ഷനിലേക്ക് ഇവരെ കൊണ്ടുവരാനുള്ള ട്രെയിനിങ്ങുകളും മറ്റുമായിട്ടുള്ള, ഇപ്പോൾ കുടുംബശ്രീയൊക്കെ ചെയ്യുന്ന പോലെയുള്ള മൂവ്മെൻറ്റ്സ് ധാരാളം പ്രവാസി സംഘടനകൾ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാതെ പെൻഷന് മാത്രം, അല്ലെങ്കിൽ ഗവൺമെൻറ് തരുന്ന പെൻഷൻ, അതിൻ്റെ ആനുകൂല്യങ്ങൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരള ഗവൺമെൻറ്റാണ് ഏറ്റവും മാക്സിമം കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം പെൻഷൻ കൊടുക്കുന്നത്. ഒരു ഗവൺമെൻറ്റിനും ഇതിലും കൂടുതൽ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കൊടുക്കാൻ തന്നെ അവർ വിടുന്ന പാടെന്നാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇത് ഏറ്റവും വലിയ പെൻഷനാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ പെൻഷൻ തന്നെ കൊടുക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ തിരിച്ചു വരുന്ന പ്രവാസികളെ, പ്രത്യേകിച്ച് നിരവധി ഓർഗനൈസേഷൻസ് ഉണ്ട്, കണ്ടമാനം ഓർഗനൈസേഷൻ ഉണ്ട് പ്രവാസി. അവരൊക്കെ ചെയ്യേണ്ടത് പുനരധിവാസത്തിന് ഉതകുന്ന തരത്തിൽ അവരെ ഫ്രെയിം ചെയ്ത് വരുമ്പോൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക, അവരെ ഈ ഗ്രൂപ്പുകളുടെ ഭാഗമാക്കുക. എന്താ അങ്ങയുടെ അഭിപ്രായത്തിനെ കുറിച്ചിട്ട്? സർ, ഇത് നമ്മൾ മറ്റ് രാജ്യങ്ങൾ, ഫിലിപ്പൈൻസ് ഉണ്ട്, കൊറിയ ഉണ്ട്, ഇന്തോനേഷ്യ, ഇങ്ങനെ രാജ്യങ്ങളിലൊക്കെയും പുനരുദ്ധാരണത്തിൻ്റെ സ്കീമുകളുണ്ട്, പോളിസികളുണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. എസ്പെഷ്യലി ഇൻട്രസ്റ്റിംഗ് ആണ് ഫിലിപ്പൈൻസിൻ്റെയും കൊറിയയുടെയും പ്രോഗ്രാംസ്. ഫിലിപ്പൈൻസിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വണ്ടർഫുള്ളാണ്. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അവർക്ക് പുനരധിവാസത്തിനുള്ളതുകൂടെ ചേർത്തിട്ടാണ് അവർ ഇവിടുന്ന് പോകുമ്പോഴേ തയ്യാറെടുപ്പിച്ചിട്ടാണ് ഇവിടുന്ന് കയറ്റിവിടുന്ന ഏജൻറ്റ് ഫിലിപ്പൈൻസിലെ കാര്യം. ഫിലിപ്പൈൻസിലെ ഒരു ഏജൻറ്റ് ഇയാൾ തിരിച്ചു വരുന്ന ഈ പുനരധിവാസത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ അയാൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇയാൾക്ക് മാത്രമായിട്ട് ആ പുനരധിവാസവും ആ ഏജൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. തിരികെ വരുമ്പോൾ ഇവരെ റീഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇവിടുന്ന് കയറ്റിവിടുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത്ര സൂക്ഷ്മതയിലേക്ക് കയറി ഇറങ്ങിയാണ് അവർ അതിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൗത്ത് കൊറിയയിൽ ഹോം കമ്മിങ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അത് ഹാപ്പി ഹോം കമ്മിങ് എന്ന പ്രോഗ്രാം. അത് ഡെസ്റ്റിനേഷൻ രാജ്യങ്ങളാണ്. ആ രാജ്യത്ത് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ അവിടുത്തെ നമ്മളെ എംപ്ലോയ് ചെയ്യുന്ന എംപ്ലോയേഴ്സ് നമ്മളെ തിരികെ അയക്കുന്ന സമയത്ത് എന്ത് തരം സ്കിൽസോട് കൂടിയാണ് തിരിച്ചു വരേണ്ടത് എന്ന് അവരെ ഓൾറെഡി ട്രെയിൻ ചെയ്ത് തുടങ്ങും. അവർ ചെല്ലുന്ന സമയത്ത് തന്നെ അത് പ്രോഗ്രാം ഉണ്ട്. അത് വോളണ്ടറി ആയിട്ട് നമുക്ക് വേണ്ടിയവർക്ക് അതിൽ ചേരാം. കാരണം അവിടെ സ്ഥിരമായിട്ട് അവിടെ താമസിക്കാൻ പറ്റില്ല. ഗൾഫിൽ പോകുന്ന പോലെ തന്നെ തിരിച്ചു വരേണ്ട രാജ്യങ്ങളാണ്. അപ്പോൾ ആ തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ അവിടെ ട്രെയിനിങ് ലഭിക്കുന്നു. നമ്മൾ തിരികെ വരാൻ സമയമാകുമ്പോഴത്തേക്ക് നമുക്കൊരു പുതിയ സ്കില്ല്, പുതിയൊരു ഓൺട്രപ്രണർഷിപ്പ് സ്കില്ല്, പുതിയ തരത്തിലുള്ള ടെക്നിക്കൽ സ്കിൽസ്, ഇതെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഈ തരത്തിലുള്ള പോളിസികളും അപ്പോൾ ഇപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ഈ പുനരധിവാസത്തിന് വരുന്ന ആളുകളെ ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ സംഘങ്ങളെ പ്രാപ്തമാക്കുക, അതായത് സംഘടനകളെ പ്രാപ്തമാക്കുകയും കോപ്പറേറ്റീവ്സിനെ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഒരു സ്കീം CDS ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. എന്താ അഭിപ്രായം? CDS ഒരു പഠന കേന്ദ്രമാണ്. അവിടെ സ്കീംസിന് വേണ്ടിയുള്ള ഇതുണ്ടാക്കാൻ പറ്റും. ഇൻഫർമേഷൻ അല്ലെങ്കിൽ റൂട്ട്സ് പോലുള്ള ഏത് തരത്തിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും നല്ലത് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സാധനം CDSന് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അങ്ങയുടെ വേറൊരു ഏരിയ എന്നാണ് സ്റ്റുഡൻസ് മൈഗ്രേഷനാണ്. ഇപ്പോൾ മൈഗ്രേഷൻ തന്നെ വലിയ ഒരു കോൺട്രവേഴ്സിയിൽ നിൽക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ ഈ സ്റ്റുഡൻസ് മൈഗ്രേഷൻ വലിയ പ്രോബ്ലം ആയിക്കൊണ്ടിരിക്കും. അതെ, അഭിപ്രായം സാർ, ഇത് കാണേണ്ടത് നമ്മൾ നമ്മുടെ ഈ റിട്ടേൺ മൈഗ്രേഷനും ഗൾഫിലേക്കുള്ള മൈഗ്രേഷൻ്റെ സാധ്യതകൾ കുറയുന്നതും തമ്മിലുള്ള ഒരു ബന്ധം കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ധാരണ. ഈ സ്റ്റുഡൻറ്റ് മൈഗ്രേഷനുമായിട്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ പൊതുധാരണയുണ്ട് അതിനെപ്പറ്റി. സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളിലേറെയും സ്റ്റുഡൻസായിട്ട് പോകുന്നെങ്കിലും അവരുടെ കണ്ണ് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ തന്നെയാണ്. യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലും തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ തേടി തന്നെയുള്ള പോക്കാണ്. എന്നാൽ ഈ യൂറോപ്പിലാട്ട് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലോ കാനഡയിലോ മറ്റ് രാജ്യങ്ങളിലൊക്കെയും തന്നെ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ കുറയുകയും സ്റ്റുഡൻ്റായിട്ട് പോകാനുള്ള അവസരം കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒരു പ്രത്യേക തരത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഒരു ഇതാണ്. അവിടെ ചില സ്കിൽസിൽ മാത്രം തൊഴിൽ വേണ്ടിയവരെ അവിടെ എടുക്കുകയും മറ്റുള്ളവരെ ആരെയും അവിടെ നിർത്താതിരിക്കാനുമുള്ള സംവിധാനങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസ് ആണ് പഠിപ്പ് കഴിഞ്ഞാൽ പിരിച്ചു പോരണം. അതാ സ്റ്റുഡൻസ് ഇപ്പോഴത് നേരത്തെ ഈ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് പോകുന്ന കുട്ടികൾ അവിടെ നിന്ന് പോകാം എന്നുള്ളൊരു ധാരണയിലാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെയുള്ള പോളിസികൾ വരുന്നത് അവിടെ നിന്ന് പോകാൻ പറ്റാത്തുള്ള പോളിസികൾ ഈ രാജ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ സ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ളത് മാത്രമേ ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിയമം ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യകാലത്ത് കുറേ കൂടെ ഓപ്പൺ ആയിട്ടുള്ള മൈഗ്രേഷൻ പോളിസികളായിരുന്നു. അതിനുശേഷം വളരെ സ്കിൽ സ്പെസിഫിക് ആയിട്ട് ഇന്ന സ്കില്ലിലുള്ളവർക്ക് മാത്രം വിസ കിട്ടുക, അല്ലെങ്കിൽ യൂറോപ്പിലോട്ടോ അല്ലെങ്കിൽ UK പോകണമെങ്കിൽ ഇന്ന സ്കിൽ മാത്രമുള്ളവർക്ക് കിട്ടുക എന്നുള്ളൊരു ഇത് വലിയ ബുദ്ധിമുട്ടാണ് പോയവരൊക്കെ, വലിയ കട്ടപ്പാടും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്കുള്ളൊരു അവസരമായിട്ടായിരുന്നു ഇത് നാടകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. അപ്പോൾ ഈ കുട്ടികൾ ഈ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു പോകുന്ന കുട്ടികൾ ഇങ്ങനെ വരുന്ന അവസരങ്ങളിലേക്കാണ് അവർ ചെന്ന് കയറുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്റ്റുഡൻ്റായിട്ടല്ല പലരും അവിടെ ജീവിക്കുന്നത്. മറ്റ് പല കെയർ വർക്ക്, ഡൊമസ്റ്റിക് വർക്ക്, ഇതുപോലെയുള്ള സ്റ്റുഡൻ്റായിട്ടിരിക്കുമ്പോൾ സ്റ്റുഡൻ്റ് ആകാൻ പറ്റാതെ മറ്റു തൊഴിലുകൾ ചെയ്ത് ഒടുവിൽ മറ്റു തൊഴിലും ചെയ്യുന്നില്ല, സ്റ്റുഡൻ്റായിട്ടും അവരുടെ പഠനങ്ങളും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒത്തിരിയും കുടുംബങ്ങളുണ്ട്. അവർക്ക് അതിന് വലിയ ഒരു ആഘാതമാണ് ഇപ്പോൾ കേരളത്തിൽ വരാൻ പോകുന്നത്. കാരണം ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ കുട്ടികളൊക്കെ പോയിരിക്കുന്നത്. 10, 50, 60 ലക്ഷം രൂപയൊക്കെ വീട്ടിലുള്ള സ്വത്ത് കടം വെച്ചും ഒക്കെയാണ് പോയിരിക്കുന്നത്. ഈ കുട്ടികൾ തിരികെ വരാതെ പഠനം പൂർത്തിയാക്കാതെയും അവരുടെ പേരൻസ് അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻസ് ഇവിടെയുള്ളവർ ആ ബുദ്ധിമുട്ടുകളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ചെയ്ത ഒരു പഠനത്തിൽ ആസ്പിറേഷൻ ലെവൽസ് നോക്കി തിരുവനന്തപുരത്തുള്ള കോളേജുകളിൽ കയറി ഏതാണ്ട് 2000-ഓളം കുട്ടികളെ ഞങ്ങൾ വിസിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് അവരുടെ ഇടയിലുള്ള ആസ്പിറേഷൻ 70% കുട്ടികളും പുറത്തു പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ്. 20% കുട്ടികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ 2000 കുട്ടികളിൽ. അതായത് ഇനി വരുന്ന കാര്യങ്ങൾ അവസരമുണ്ടെങ്കിൽ ഏറെ കുട്ടികളും പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നവർ തന്നെയാണ്. ഒരു മൊത്തം കാര്യങ്ങളൊരു പന്തികേടിലേക്ക് പോകുന്നോ മൈഗ്രേഷൻ പണ്ടേ ലോകത്തിൽ പ്രോബ്ലമാണ്. ലോകത്തിലെ എനിക്ക് തോന്നുന്നു 20ാം നൂറ്റാണ്ടിനെ നിശ്ചയിച്ചത് മൈഗ്രേഷനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും നമ്മളെ കേരളത്തെ അടക്കം അതിൻ്റെ ഒരു നിർണായക ഘടകം മൈഗ്രേഷനാണ്. കേരളം ഇന്ന് കാണുന്ന കേരളത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മൈഗ്രേഷൻ ഒഴിവാക്കിയിട്ട് സംസാരിക്കാനേ പറ്റില്ല. അപ്പോൾ ആ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം ഉണ്ട്. അതിലൊരുപാട് കോൺഫ്ലിക്ട്സ് വരുന്നുണ്ട്. അതൊക്കെ വലിയൊരു വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അതെ സർ, വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മൈഗ്രേഷൻ ഒരിക്കലും നിൽക്കുകയുമില്ല. അത് ഡിസ്കറേജ് ചെയ്യേണ്ട ഒരു കാര്യവുമല്ല. മനുഷ്യന് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോകാനും പോകേണ്ടടുത്ത് പോയി ജോലി ചെയ്യാനും ബോർഡേഴ്സ് ഇല്ലാതെ ഒരു ലോകമാണ് നമ്മൾ കാണേണ്ടത്, സ്വപ്നമായിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഈ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡേഴ്സ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാതെ കൂടുതൽ ആൾക്കാർ മനുഷ്യന് ഏറ്റവും സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വേണ്ടിടത്ത് പോയി ജോലി ചെയ്യുക, താമസിക്കുക, ജീവിക്കുക, വേണ്ടെടുത്ത് തിരികെ വരിക, ഇതിനൊക്കെയുള്ള ഒരു അവസരമുള്ള ഒരു ലോകമായിരിക്കും ഏറ്റവും ഭംഗിയുള്ള ലോകം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ മൈഗ്രേഷൻ ബുദ്ധിമുട്ടിലൂടെയുള്ള ഒരു മൈഗ്രേഷന് പകരം കൂടുതൽ നല്ല അവസരങ്ങൾ തേടിയുള്ള മൈഗ്രേഷൻ ആയിരിക്കട്ടെ. അതെ, നല്ല മൈഗ്രേഷൻ നടക്കട്ടെ. അതായിരിക്കണമല്ലോ. എല്ലാ രാജ്യങ്ങളും അത് തന്നെ പോളിസികൾ ആ തരത്തിലുള്ള പോളിസികൾ ഉണ്ടാക്കിക്കൊണ്ട് വരണം. അതാണ് നമുക്കൊക്കെ ആവശ്യം. നമ്മളൊക്കെ അതിന് വേണ്ടിയാണ് പൊരുതുന്നത്. ക്വാളിറ്റേറ്റീവ് മൈഗ്രേഷന് വേണ്ടി നിൽക്കുന്നവരാണ് പ്രവാസ ലോകവും കൈരളിയൊക്കെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.